SUV പോലെ വണ്ടികളാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കയറ്റിയുടെ എളുപ്പമുണ്ടല്ലേ. ജോസി അതുകൊണ്ടാണ് ഇന്നോവ എടുത്തതെന്ന് പറഞ്ഞത്. മറ്റേതാകുമ്പോൾ അവിടെ ഈ ഫ്രണ്ട് ബമ്പറിൻ്റെ അടിവശത്ത് തട്ടുന്ന ആ റബ്ബർ തോട്ടത്തിലിട്ടാണ്. പുള്ളി SUV അല്ല ഈ ഇന്നോവ എടുക്കാൻ കാരണം അതാണ്. ഈ പള്ളി പെരുന്നാളിന് വരുമ്പോൾ ഇന്നോവ ആകുമ്പോൾ ഹൈറ്റ് ഉണ്ട്, കയറി പോകും ഏതെങ്കിലും. അതുപോലെ SUV ഏതാണെങ്കിലും കയറി പോകും. ചില്ല ഏതെങ്കിലും താന്ന് കിടക്കണ്ടോ അവിടെ നോക്കിയാൽ എല്ലാം മുങ്ങി കിടക്കണം. കാറുണ്ടല്ലേ, പക്ഷെ മഴയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല. ഒരു കൊല്ലം മഴ പെയ്തായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഇപ്പോഴും ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ പണിയാവുമല്ലോ എന്ന്. നമ്മൾ തിരിച്ച് ഈ ഏരിയയിലെത്തിയപ്പോഴാണ് മഴ പെയ്തായിരുന്നു. എളുപ്പമല്ലേ ചെറിയ പാമ്പാക്കടിക്ക് പോകുമ്പോൾ. നമ്മൾ മറ്റവിടത്ത് പോയിട്ട് ആ കുരിശിൻ്റെ അവിടെ നിന്ന് പോകുമ്പോഴേ പാമ്പാക്കടി പള്ളിയുടെ കുരിശ് അപ്പുറം ഇല്ലേ, അവിടെ നിന്ന് പോകുമ്പോൾ വഴി മോശം. അത് അത് ടാർ ചെയ്തിട്ടുണ്ടെന്നറിയില്ല. മറ്റുവഴി പോവാം, അത് ദൂരം കൂടുതലല്ലേ. നമ്മുടെ കൊലഞ്ചേരിക്ക് പോകാനിപ്പം നമ്മൾ കൊലഞ്ചേരി തിരിയില്ല, അവിടെ നിന്ന് നേരെ പോയാൽ മൂവാറ്റുപുഴയാണ്. നമ്മൾ ആ ഒരു കുരിശിൻ്റെ ഞാൻ കാണിച്ചു തരാം. മൂവാറ്റുപുഴയ്ക്ക് വന്നാൽ മതി. അത് മറ്റേ ഞാൻ ബോർഡുണ്ടായിരുന്നു അവിടെ മൂവാറ്റുപുഴയെന്ന് പറഞ്ഞ ബലീന് വരണം, പുറകിൽ വരുന്നല്ലോ. ബസ്സാണോ ബലീനോ വളവിൻ്റെയൊക്കെ കയറ്റിവിട്ടിട്ട് എന്താണ് ഓപ്പോസിറ്റ് വണ്ടി അവനെ കയറി പോകാൻ പറ്റില്ല. ബലീനോ അല്ലല്ലോ ബൊലേറോ അല്ലേ? ആ ബലീനല്ല, ബൊലേറോ. പേര് മാറിപ്പോയതാ, പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. മഹീന്ദ്രയുടെ ബൊലേറോ പബ്ലിക്കും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി സൈഡിലേക്കുള്ള ഒരു ബൊലേറോ പറയണേ. ഇല്ല, അവിടുത്തെ ഈ കയറ്റം ഇറക്കമുള്ള നല്ല കയറ്റം ഇറക്കമുള്ള വഴിയല്ല, അവിടെ മഹീന്ദ്ര വണ്ടികളാണ് നല്ലതെന്നാണ്. ഇടുക്കി ഭാഗത്ത് അവിടെ മഹീന്ദ്രയ്ക്ക് നല്ല പേരാണ്. ഈ മഹീന്ദ്രയുടെ ഏത് വണ്ടി ഇടുക്കി ഡിസ്ട്രിക്റ്റില്ല, അവിടെ കംപ്ലീറ്റ് മലയല്ലേടാ. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഒരു മലയിൽ നിന്ന് ഇറങ്ങി അടുത്ത മലയായിട്ട് കയറണം. അപ്പോൾ എപ്പോഴും അവിടെ ഫുൾ ഹിന്ദി ഏരിയ. പണ്ട് പോലെ ഇടുക്കിയിൽ വയനാട് ആ ഭാഗത്തൊക്കെ ഈ മഹീന്ദ്രയാണ് ഹില്ലുള്ള ഏരിയകളിൽ. കോട്ടയം ഒരു പരിധി വരെ കുറേയൊക്കെ ഹില്ലും പ്ലെയിൻസും ഒക്കെ ആയിട്ട്. എറണാകുളത്ത് ഹില്ലും ഉണ്ട്, പ്ലെയിനും ഉണ്ട്. എറണാകുളത്ത് രണ്ടും ഉണ്ട്. ഹില്ല് ഏരിയ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ മൂവാറ്റുപുഴ ആ സൈഡിലേക്ക് വരുമ്പോൾ മൊത്തം ഹില്ലായി. ഈ പാമ്പാക്കട, മൂവാറ്റുപുഴയൊക്കെ എറണാകുളം ജില്ലയൊക്കെ അങ്ങനെയൊക്കെ ഹില്ലായി. എന്നാൽ കൊച്ചി സിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം തീരപ്രദേശമാണ്. കായലും കടലും, വേമ്പനാട് കായലും കടലും. അപ്പോൾ എറണാകുളത്തിൽ രണ്ടും ഉണ്ട്, ഹില്ലും ഉണ്ട്, ഇതുമുണ്ട്. എറണാകുളം ഒരു കംപ്ലീറ്റ് ഡിസ്ട്രിക്റ്റാണ്. ഇതിലൊരു പ്രത്യേകത ഇതിൽ മറ്റേ ഹില്ലുള്ള ഏരിയ ഇല്ല പണ്ട് എറണാകുളത്ത്. ഹില്ലുള്ള ഏരിയ മൊത്തം ട്രാവൻകൂർ കിങ്ഡത്തിൻ്റെ കീഴിലായിരുന്നു. കൊച്ചി കിങ്ഡം അല്ലായിരുന്നു. 2 കിങ്ഡം ഉണ്ടായിരുന്നില്ല പണ്ട് ഇവിടെ കൊച്ചി. അതിൽ ഹില്ലുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഹില്ലുള്ള ഏരിയ മൊത്തം ട്രാവൻകൂർ കിങ്ഡമാണ്. മറ്റേ ഈ കായലും കടലും ഉള്ള ഏരിയകൾ കൊച്ചി കിങ്ഡത്തിൻ്റെ അണ്ടറിലാണ്. അങ്ങനെയായിരുന്നു പണ്ട്. നമുക്കിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വടകോട് ഏരിയ ഒക്കെ കൊച്ചിയാണ്. തിരുവാങ്കുളം മുതൽ അങ്ങോട്ട് കൊച്ചിയാണ്. തിരുവാങ്കുളം ഇല്ലേ, നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവാങ്കുളം മുതൽ അങ്ങോട്ട് കൊച്ചിയാണ്. അതുവരെ ട്രാവൻകൂറായിരുന്നു. അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു മേജർ പാർട്ട് ട്രാവൻകൂർ കിങ്ഡം ആയിരുന്നു പണ്ട്.
സിറ്റി ഏരിയ കൊച്ചി കുമരകത്തിൻ്റെ അണ്ടറിലാണ്. ഇപ്പോഴത്തെ സിറ്റി ഏരിയ ഇല്ലേ, അത് കൊച്ചി കുമരകത്തിൻ്റെ അണ്ടറിലാണ്. ഇവിടെ നേരെ പോയി ഞാൻ മാറ്റുകയല്ലേ. ഇവിടെ നേരെ പോയാൽ മാറ്റൂല. ഇവിടെ ഈ മാറാടിയൊക്കെ ഇല്ലടാ, ഇവിടെ നേരെയാണ്. ജോയിച്ചേട്ടൻ്റെ സ്ഥലമൊക്കെ ഇല്ല. ഇത് ചോദിച്ചോട്ടെ. മാറാടിൽ ജോയിച്ചേട്ടനില്ല, നല്ല പൊക്കമുള്ള ഒരാൾ, ഒരു 6.5 അടി പൊക്കമുള്ള താടിയുള്ള ഒരു ചേട്ടൻ. അയ്യോ, മാറാളി ജോയിച്ചേട്ടൻ അറിയില്ലേ? ഇതേ അറിയാമായിരിക്കും, നമ്മൾ ഒരു കല്യാണത്തിന് പോയതാണ്. ജോയിച്ചേട്ടൻ നീ അറിയാമോ? അല്ലെങ്കിൽ ആള് കണ്ട ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം കുറച്ച് നാളായി ജോയിച്ചേട്ടൻ. പണ്ട് മറ്റേ ഇപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ചേച്ചിയൊക്കെ ഇപ്പം ഇവിടെ സെറ്റിൽഡായി എന്ന് തോന്നുന്നു. മറ്റൊക്കെ അവരെ ലീവിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ എല്ലാ വീടുകളിലും കേൾക്കും വരികയാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ നിനക്കൊക്കെ അറിവ് വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരവ് കുറവാണ്. പിന്നെ അവരുടെ ആ ജനറേഷനിലുള്ളവരൊക്കെ മറ്റേ അതൊക്കെ ഡാഡിയുടെ കസിൻസൊക്കെ ആയിട്ട് വരും അവരൊക്കെ. എനിക്കിപ്പോൾ സാബു, റെജി അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ കസിൻസ് ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇവ മറാഠിലെ ജോയിച്ചേട്ടൻ ആ ഗ്രൂപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ കസിൻസാണ്. ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ, അങ്ങനെ ഫസ്റ്റ് കസിൻ അല്ല, സെക്കൻഡ് കസിൻസൊക്കെ ആയിട്ട് വരും അവരൊക്കെ. ജോയിച്ചേട്ടനൊക്കെ ഇവിടെ ഡാഡിയുടെ, നമ്മുടെ ഡാഡിയുടെ അമ്മ വീട്ടുകാരാണ് അവരൊക്കെ. മുപ്പാത്തിയിൽ അവരായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവിടുന്ന് പോയവർ, അവിടുത്തെ ഉള്ള പെൺപിള്ളേരെ കെട്ടിച്ചുവിട്ട വീടുകളൊക്കെയാണ് ഈ ജോയിച്ചേട്ടൻ്റെ വീടുകളും ഇതൊക്കെ ഉണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. കാരണം ഈ സമ്മറിൽ കൂടാവുന്നതുകൊണ്ട് AC വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തണലത്തെ ഇട്ട വണ്ടി, നമ്മൾ തണലത്തെ വണ്ടി ഇട്ട. ചൂടത്തിട്ടാൽ അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ തോട്ടത്തിലെ വണ്ടി ഇട്ടാൽ അതുകൊണ്ടായിരിക്കും വലിയ പ്രശ്നം ഉണ്ടായിരിക്കും. ചൂടത്തിട്ട് വണ്ടി എടുക്കുമ്പോഴേ എപ്പോഴും പ്രശ്നം കൂടുതൽ. കാരണം ഷീറ്റ് മെറ്റൽ അങ്ങ് ചൂടായി കഴിയുമ്പോൾ പിന്നെ അതിങ്ങനെ തണുക്കണം. അതിൻ്റെ റേഡിയേഷൻ്റെ പ്രശ്നങ്ങളും വരും. ഈ കണ്ടക്ഷൻ കൺവെൻഷൻ കൂടാതെ റേഡിയേഷനുകളും വരും. അപ്പോൾ അതനുസരിച്ച് പല വണ്ടികളും ഈ AC ഡിസൈൻ ചെയ്യുമ്പോൾ റേഡിയേഷൻ പലരും കൺസിഡർ ചെയ്യില്ല. അവരെ കണ്ടക്ഷനും കൺവെൻഷനും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ